നമസ്കാരം. ദ ലീഡറിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ബാലകൃഷ്ണൻ പെരിയ. ഇന്ത്യയുടെ പ്രാണവായു എന്താണ് എന്ന് ചോദിച്ചാൽ അത് ലോകത്തിനാകെ മാതൃകയായി നിൽക്കുന്ന നമ്മുടെ ജനാധിപത്യമാണ്. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് 2 രാജ്യങ്ങളായി വേർതിരിക്കപ്പെട്ടു. അതിലൊന്ന് ഇന്നത്തെ ഇന്ത്യയും മറ്റൊന്ന് ഇന്നത്തെ പാകിസ്ഥാനുമാണ്. പാകിസ്ഥാൻ പിന്നീട് തകർന്ന് തരിപ്പണമായപ്പോഴും അതിൻ്റെ മതേതരം സമ്പൂർണമായി തകർക്കപ്പെട്ടപ്പോഴും ജനാധിപത്യം തെരുവിൽ വലിച്ചിഴക്കപ്പെട്ടപ്പോഴും അതിലൊന്നും കൂസാതെ ജനാധിപത്യത്തിൻ്റെ മഹാസത്യമായി ഇന്ത്യ മുന്നേറിക്കൊണ്ടേയിരുന്നു. നമ്മൾ 2026 എത്തി നിൽക്കുകയാണ്. ഇന്ത്യൻ ജനാധിപത്യം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത തകർച്ചയുടെ പാരമ്യത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോകാൻ ഒരു ഭരണകൂടം തന്നെ ശ്രമിക്കുകയാണ് എന്ന ആശങ്ക നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും ജീനിയസ് ആയിട്ടുള്ള ഒരു അഭിഭാഷകനാണ് കപിൽ സിബൽ എന്നെനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് കോൺഗ്രസിനോടൊപ്പമില്ല, പക്ഷേ അദ്ദേഹം രാജ്യസഭാ MP ആണ്. അദ്ദേഹത്തിന് രാജ്യസഭാ MP സ്ഥാനം നൽകാൻ പല രാഷ്ട്രീയ പാർട്ടികളും മത്സരിക്കുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്: ജനാധിപത്യപരമായി ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ വിലക്ക് വാങ്ങുന്ന പ്രക്രിയ ഒരു രാജ്യത്തെ സംബന്ധിച്ച് ആ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് ഭൂഷണമല്ല എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഇത് പറയാനുള്ള കാരണം 3-2 എന്ന മൃഗീയ ഭൂരിപക്ഷത്തിലേക്ക് ഇന്ത്യൻ പാർലമെന്റിനെ കൊണ്ടുചെന്നെത്തിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന കുതിരക്കച്ചവടം തന്നെയാണ്. ഈ കുതിരക്കച്ചവടത്തിന് 2ാം ഘട്ടത്തിൽ സമാരംഭം കുറിക്കപ്പെട്ടത് പശ്ചിമ ബംഗാളിലാണ്. മമതാ ബാനർജിയുടെ ദാരുണമായിട്ടുള്ള പരാജയം, അതിനെ തുടർന്ന് രാഷ്ട്രീയപരമായും വ്യക്തിപരമായും നിലനിൽപ്പില്ലാതെ മമതാ ബാനർജി ദില്ലിയിലേക്ക് എത്തിയ ഘട്ടം, മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിനോടൊപ്പം നിലയുറപ്പിച്ച 21-ലധികം MP-മാർ NDA മുന്നണിയോടൊപ്പം നിലയുറപ്പിക്കാൻ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയോടൊപ്പം ചേരുന്നു. അതിനുശേഷം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും MP-മാരെ വിലക്ക് വാങ്ങാനുള്ള കച്ചവടം ഡൽഹിയിലും വിവിധ സംസ്ഥാനങ്ങളിലും തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഘട്ടത്തിലും BJPയുടെ പാളയത്തിലേക്ക് പോകില്ല എന്ന് ഇന്ത്യൻ രാഷ്ട്രീയം അടിയുറച്ചു വിശ്വസിച്ച നിരവധി രാഷ്ട്രീയ പാർട്ടികളുടെ MP-മാർ ഇന്ന് BJPയോടൊപ്പം ആ പാളയത്തിൽ NDA മുന്നണിയിൽ ചേരാൻ ഡൽഹിയിലേക്ക് പാഞ്ഞു പോകുന്നു, കച്ചവടത്തിൽ ഒപ്പുവയ്ക്കുന്നു. മഹാരാഷ്ട്രയിൽ NCP തന്നെ വലിയ പിളർപ്പിലേക്ക് പോവുകയാണ്. 8ഓളം MP-മാർ BJPയോടൊപ്പം ചേരും എന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ആ മഹാരാഷ്ട്രയുടെ മണ്ണിന്റെ മണമുള്ള ശിവസേനയുടെ MP-മാരും ഇപ്പോൾ NDA പാളയത്തിലേക്ക് അതിവേഗം സഞ്ചരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. മുലായം സിംഗ് യാദവിന്റെ മകൻ അഖിലേഷ് യാദവ് വലിയ രോദനത്തിലാണ്. പാർട്ടിയെ പിളർത്താൻ വലിയ ശ്രമങ്ങൾ നടക്കുന്നു എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. പശ്ചിമ ബംഗാളിൽ നിന്ന് ആരംഭിച്ച ഈ രാഷ്ട്രീയ കുതിരക്കച്ചവടം ഏതു രാഷ്ട്രീയ പാർട്ടിയെയും ഏതു ഘട്ടത്തിലും പിടികൂടാം എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. രാജ്യം ഭരിക്കുന്ന ഭരണകൂടം, ആ ഭരണകൂടത്തിന്റെ ഭാഗമായി ജനാധിപത്യത്തെ നിലനിർത്താൻ ഉത്തരവാദിത്തമുള്ള ആളുകൾ തന്നെ പരസ്യമായ കുതിരക്കച്ചവടം നടത്തുമ്പോൾ അത് ഏതർത്ഥത്തിലേക്കാണ് ജനാധിപത്യത്തെ കൊണ്ടുപോകുന്നത് എന്ന ആശങ്ക സ്വാഭാവികമായും നമ്മുടെയെല്ലാം ഉള്ളിലുണ്ട്. കാലങ്ങളായി നിലനിന്നു പോരുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം പാടെ തകർക്കപ്പെടുകയാണ്. മക്കൾ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി വിവിധ സംസ്ഥാനങ്ങളിൽ പാർട്ടിയുടെ മേലധികാരികളായി വന്ന ആളുകൾക്ക് BJPയെ തടുത്തു നിർത്താൻ കഴിയാത്ത സാഹചര്യം. 26 രാഷ്ട്രീയ പാർട്ടികൾ ഒന്നടങ്കം ഒന്നായി ചേർന്ന് ഇന്ത്യ മുന്നണി ഉണ്ടാക്കി ഇന്ത്യൻ പാർലമെന്റിൽ നരേന്ദ്രമോദിയെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തടഞ്ഞു നിർത്തിയ മുന്നണി, ആ മുന്നണി തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. ആ തകർച്ചയെ ഇല്ലാതാക്കാൻ ശ്രമിക്കേണ്ടുന്ന രാഷ്ട്രീയ പാർട്ടികൾ
കൂടുതൽ കൂടുതൽ ദുരന്തപൂർണമായ വഴികളിലേക്ക് സഞ്ചരിക്കുന്നു. തമിഴ്നാട് രാഷ്ട്രീയത്തിലും എല്ലാം ശരിയായിരുന്നു എന്ന് പറയാൻ കഴിയില്ല. ഇന്ത്യ മുന്നണിയുടെ ശക്തി ദുർഗമായി നരേന്ദ്രമോദിയെ ഏറ്റവും ശക്തമായി വിമർശിച്ചു കൊണ്ടിരുന്ന മുഖ്യമന്ത്രിയായിരുന്നു സ്റ്റാലിൻ. ആ സ്റ്റാലിനെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ജോസഫ് വിജയ്ക്ക് പിന്തുണ നൽകാൻ ചില രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വന്നത്. തമിഴ്നാട്ടിൽ നിന്ന് ആരംഭിച്ച ഈ ധ്രുവീകരണം ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യ മുന്നണിയെ പിളർക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു. ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് CPM, കോൺഗ്രസുമായി ചേർന്നുകൊണ്ടുള്ള ഒരു ദേശീയ രാഷ്ട്രീയ മേൽവിലാസം പേറാൻ തയ്യാറല്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റാലിനും അതേ നിലപാട് സ്വീകരിക്കുന്നു. മൂന്നാമതൊരു ചേരി ദേശീയ രാഷ്ട്രീയത്തിൽ വരുമ്പോഴും ഇന്ത്യയിലെ യുവജനങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന വലിയ ചോദ്യം നമ്മുടെ മുമ്പിലേക്ക് ഉദിച്ചു നിൽക്കുകയാണ്. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി പിറവി കൊണ്ടത് ബ്രിട്ടനിൽ നിന്നാണ്. ബ്രിട്ടനിലെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഇന്ത്യൻ രാഷ്ട്രീയത്തെ ആകെ 2 ആഴ്ചക്കാലം ഇളക്കി മറിച്ചു. 2.5 കോടി ഇന്ത്യൻ ജനത ഇൻസ്റ്റഗ്രാമിൽ ആ പാർട്ടിയെ ഫോളോ ചെയ്തു. ഡൽഹിയിൽ സമരം നടത്തിയപ്പോൾ 10,000-കണക്കിന് ആളുകൾ ആ സമരാങ്കണത്തിലേക്ക് പാഞ്ഞു വന്നു. നമ്മുടെ പാരമ്പര്യ രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന മുദ്രാവാക്യങ്ങളോട് ഇഷ്ടമില്ലാത്ത, ഇത്രയും കാലം നമ്മൾ അരാഷ്ട്രീയവാദികൾ എന്ന് പറഞ്ഞൊരു തലമുറ പുതിയ രാഷ്ട്രീയ മേൽവിലാസം നേടി ഇന്ത്യൻ ജനാധിപത്യത്തിലേക്ക് ഉദിച്ചുയരുന്നതാണ് നമ്മൾ കാണുന്നത്. ആം ആദ്മി പാർട്ടി അങ്ങനെ ഉദയം ചെയ്ത ഡൽഹിയിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ പിന്നീട് നരേന്ദ്രമോദി സർക്കാരിന്റെ തുടർച്ചയായ രാഷ്ട്രീയ പ്രതികാരത്തിന് മുമ്പിൽ ആം ആദ്മി പാർട്ടി തകരുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോക്രോച്ച് പാർട്ടിയെ സംബന്ധിച്ചും അതിന് ദീർഘകാല ആയുസ്സുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് തകർന്നു വീണാൽ പിന്നീട് പുനർജനിക്കാനുള്ള ശേഷി രാഷ്ട്രീയപരമായി ഇത്തരം പുതിയ തലമുറയിലെ ആളുകൾക്കുണ്ട് എന്ന് വിശ്വസിക്കാൻ സാധിക്കില്ല. അവിടെയാണ് ഇന്ത്യൻ രാഷ്ട്രീയം ചില പുതിയ മേൽവിലാസങ്ങൾ തേടേണ്ടുന്ന ഒരു കാലമാണ് ഇത് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്. അങ്ങനെ ഒരു കാലവും പുതിയ രാഷ്ട്രീയവും പുതിയ മുദ്രാവാക്യവും പുതിയ കാലഘട്ടത്തിലെ യുവതയെ ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ കഴിയുന്ന മുദ്രാവാക്യങ്ങളുമില്ലാതെ മുന്നോട്ട് പോയാൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ കുതിരക്കച്ചവടം സക്രിയമായി മുന്നോട്ട് പോകും. പിന്നെ അതിനെ തടഞ്ഞു നിർത്താൻ ആർക്കും സാധിക്കില്ല. 3-2 ഭൂരിപക്ഷം കിട്ടിയാൽ ആദ്യം നരേന്ദ്രമോദി പ്രഖ്യാപിക്കാൻ വേണ്ടി പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിയമം അല്ലെങ്കിൽ ഒരു ബില്ല് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളതായിരിക്കും. അങ്ങനെയെങ്കിൽ 3 വർഷത്തിന് ശേഷം കേരള നിയമസഭയിലേക്കും കേരളത്തിലെ 30 പാർലമെന്റ് മണ്ഡലത്തിലേക്കും കേരളത്തിൽ പുതുതായി വരാൻ സാധ്യതയുള്ള 30 പാർലമെന്റ് മണ്ഡലങ്ങളിലേക്കും ഇന്ത്യയിലെ 800-ലധികം വരുന്ന പാർലമെന്റ് മണ്ഡലങ്ങളിലേക്കുമെല്ലാം ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടക്കും. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ഇപ്പോൾ തന്നെ ആരോപണം ഉന്നയിക്കപ്പെടുന്ന ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഈ രാജ്യത്തിന്റെ ഭരണ സോപാനത്തിലും ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നവർ എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് എത്രത്തോളം ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ആശങ്കയിലാഴ്ത്തും എന്ന് കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ്. അതുകൊണ്ട് ഗൗരവമായ ഒരു രാഷ്ട്രീയ പുനർവിചിന്തനത്തിന്റെ കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. ആ കാലം നമ്മളോട് പുതിയ മുദ്രാവാക്യങ്ങൾക്ക് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.